നാം എല്ലാം സാങ്കേതിക വിദ്യയുടെ മികവിൽ ജീവിക്കുന്നവരാണ്. ഓൺലൈൻ കണക്റ്റഡ് ആയിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എപ്പോഴെങ്കിലും ആ കണക്ഷൻ നഷ്ടപ്പെട്ടാൽ പ്രിയമുള്ളവരെ, നമുക്കുണ്ടാകുന്ന ഒരു വല്ലാത്ത മനസ്സിന്റെ വിഷമം ഒന്ന് ചിന്തിച്ചു നോക്കി. പ്രാർത്ഥന ദൈവവുമായി നമ്മെ കണക്ട് ചെയ്യുന്ന ചാലകമാണ്. ലൂക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സഖര്യാ പുരോഹിതൻ ദൈവത്തിന്റെ ദിവ്യമായ ആലയത്തിൽ ദൈവസന്നിധിയിൽ ധൂപം കാട്ടുകയാണ്. കടന്നു വന്ന ജനസമൂഹമൊക്കെയും ചെയ്ത ഒരൊറ്റ കാര്യം, അവർ ഒരു മനസ്സോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥനയ്ക്ക് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ചിന്തിക്കാമോ? ദൈവവുമായുള്ള കണക്ഷനാണ് പ്രാർത്ഥന എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ആ കണക്ഷൻ നഷ്ടപ്പെട്ടോ? അത് ഇപ്പോഴും തുടരുന്നുണ്ടോ? സിഗ്നൽ കറക്റ്റ് ആണോ? ഒന്ന് പരിശോധിക്കാമോ? നമ്മുടെ ജീവിതങ്ങളെ ദൈവവുമായുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയിൽ നയിക്കുവാൻ കഴിയണം. കർത്താവ് തന്നെ പറയുന്നു, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പിൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. പ്രാർത്ഥിച്ചാൽ വിജയമുണ്ട്, ദൈവം അനുഗ്രഹിക്കും, സുനിശ്ചിതം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.